ഒന്നാമത്തെ ചോദ്യം, ഈ അറസ്റ്റിന്റെ സാഹചര്യം എന്താണ്? അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. നോക്കൂ, നമ്മളെയൊക്കെ വളരെ വിഷമത്തിലാക്കിയ ഒരു സംഭവമാണ് ശനിയാഴ്ച രാത്രി 7 മണിക്ക് ഉണ്ടായത്, അല്ലെ? ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട 37 വയസ്സുകാരനായ ഒരു ആദിവാസി യുവാവ് കാട്ടാന ആക്രമണത്തിൽ മരിക്കുന്നു. ആ മരണത്തിന്റെ ഒരു പ്രത്യേകത എന്താ? അതൊരു മരണമല്ല, അതൊരു രക്തസാക്ഷിത്വമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്, അല്ലെ? കൂടെയുണ്ടായിരുന്ന 6 പേരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കാട്ടാനയുടെ ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവന്ന് ആ 6 പേരെയും രക്ഷിച്ച് മരണത്തിന് കീഴടങ്ങുന്ന ഒരാളെന്ന് പറഞ്ഞാൽ കൊലയപ്പെട്ടു എന്നല്ല നമ്മളതിന് പറയേണ്ടത്. അയാൾ മറ്റ് 6 പേരുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി രക്തസാക്ഷിയാവുകയാണ് ചെയ്തത്. അത്രയും എന്താ പറയുക, നമ്മളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു മരണമാണ് മണിയുടെ മരണം എന്ന് പറയുന്നത്. നോക്കൂ, കാടിറങ്ങിയത് എന്തിനാണ്? മണി 7 വയസ്സുള്ള കുട്ടിയെ പഠിക്കാൻ ഹോസ്റ്റലിൽ ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? 2 വയസ്സുകാരിയായ തന്റെ മകളെ അടുത്തൊരു ബന്ധുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ കാട്ടാനയെ തന്നിലേക്ക് ആ ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് മരണത്തെ നേരിടുന്നത്. അങ്ങേയറ്റം വേദനാജനകമായ ഒരു സംഭവമാണ്. ആ സംഭവത്തോട് പ്രതികരിക്കണ്ടേ? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 3 പേരുടെ മരണം ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? കഴിഞ്ഞ 1 വർഷത്തെ മീറ്റ് ദ എഡിറ്റേഴ്സിന്റെ ടോപ്പിക്കുകൾ എടുത്ത് നോക്കിയാൽ നമ്മൾ എത്ര പ്രാവശ്യം ഈ കാട്ടാന ആക്രമണം, വന്യജീവി ആക്രമണം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു വിഷയം ഇത് സംഭവിച്ച എവിടെയാ? നിലമ്പൂർ, അല്ലെ? നിലമ്പൂരിലെ MLA ആരാണ്? പി വി അൻവറിനെ പോലൊരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ആ വിഷയത്തെ ഏറ്റെടുത്ത് പ്രതിഷേധം നടത്തണ്ടേ? അങ്ങനെ ഒരു ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണോ? അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ചെറിയ ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. നോക്കൂ, ഇപ്പോൾ ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ പ്രതിഷേധങ്ങളിൽ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത്തരം അക്രമ സംഭവങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഒരു ജനകീയ വൈകാരികമായ വിഷയം വരുമ്പോൾ ജനങ്ങൾ എങ്ങനെ പ്രതിഷേധിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല, മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അത്ര വലിയൊരു സംഘർഷം അവിടെ ഉണ്ടാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ലെന്നേ. ഇപ്പോൾ അൻവർ തന്നെ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഏതാണ്ട് 3000-3500 രൂപയുടെ നഷ്ടം മാത്രമാണ് ആകെ അവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരു ക്ലോക്ക് തകർന്നു, ഒരു ട്യൂബ്ലൈറ്റ് അടിച്ചു പൊളിച്ചു, 2-3 പ്ലാസ്റ്റിക് ചെയർസ് അടിച്ച് തകർത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ അവിടെ അവധി ദിവസമാണല്ലോ, ഞായറാഴ്ചയാണ്, അവിടെ ഒറ്റ ജീവനക്കാരുമില്ല. അങ്ങനെ വ്യക്തിപരമായ ആക്രമണം അവിടെ നടന്നിട്ടില്ല. ചില സാധനങ്ങളൊക്കെ അവിടെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്ര ചെറിയ പ്രതിഷേധത്തിന്റെ പേരിൽ ആ പ്രതിഷേധം ഒരു ജനകീയ വിഷയത്തെ, തന്റെ മണ്ഡലത്തിൽ സംഭവിച്ച അതിക്രൂരമായ ഒരു കൊലപാതകത്തെ, ഒരു രക്തസാക്ഷിത്വത്തെ ഏറ്റെടുത്തുകൊണ്ട് ഒരു ജനപ്രതിനിധി ഒരു സമരം നടത്തിയാൽ ആ സമരത്തോടുള്ള സർക്കാരിന്റെ സമീപനം എന്തായിരിക്കണം? അതാണല്ലോ ആദ്യത്തെ ചോദ്യം. ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരല്ലേ? ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തുന്ന സമരങ്ങളോടുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ സമീപനം ഇതായിരിക്കണോ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. അവിടെ ഒരു ജനപ്രതിനിധിയെ വളരെ പെട്ടെന്ന് അറസ്റ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ അറസ്റ്റിന്റെ ഒരു രീതി നോക്കിക്കോളൂ. 7 മണിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും 120ഓളം പോലീസുകാരെ വിന്യസിക്കുന്നു. എന്നിട്ട് 9:30 ആകുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2 മണിക്കൂർ അദ്ദേഹത്തെയും കൂടി യാത്ര ചെയ്യുന്നു. എന്ത് അടിയന്തര സാഹചര്യമാണ് പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ ഇന്നലെ ഉണ്ടായിരുന്നത്? അപ്പം യഥാർത്ഥത്തിൽ എന്താണ് പി വി അൻവറിന്റെ അറസ്റ്റിലേക്ക് നയിച്ച സംഭവം എന്ന് നമ്മൾ കണ്ടു. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പി വി അൻവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ വരിയിൽ അതിന്റെ മറുപടിയുണ്ട്. അത് രാഷ്ട്രീയ പകപോക്കലാണെന്നേ. കഴിഞ്ഞ ഏതാനും നാളുകളായി അതിശക്തമായി പി വി അൻവർ പിണറായി വിജയനെതിരായിട്ടും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കെതിരായിട്ടും അതിശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ച് ഒരു ദിവസം ജയിലിലിട്ടിട്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെയും ആരോപണങ്ങളെയും അടിച്ചമർത്താൻ തീരുമാനിക്കുന്ന ഒരു ഭരണകൂട ഭീകരത തന്നെയാണ്. അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇവിടെ ഒരു വീഴ്ച ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, പി വി അൻവർ എന്തൊക്കെ ആരോപണങ്ങളാണ് പിണറായി വിജയനെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്? സ്വർണ്ണം പൊട്ടിക്കൽ മുതലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരുമകനായിട്ടുള്ള റിയാസിനെ നേതൃത്വത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ കിങ് പിന്നായിട്ട് പ്രവർത്തിക്കുന്നത് പി ശശിയാണ്, അദ്ദേഹമാണ് മൊത്തം ഉപജാപകം നടത്തുന്നതെന്ന് ആരോപിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പി വി അൻവറിനെ കിട്ടിയ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് പൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയായിരുന്നു ഇന്നത്തെ അറസ്റ്റിന്റെ പിന്നിൽ. അതൊരു രാഷ്ട്രീയ പകപോക്കലായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഒന്ന്, അറസ്റ്റിന്റെ സാഹചര്യം; 2, എന്തുകൊണ്ട് പി വി അൻവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് ആണ്. അതിപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന പി വി അൻവർ പുറത്തേക്ക് വരുന്നു, ഇടതുപക്ഷത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു. അതിനുശേഷം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിലൊക്കെ ഒരു പരിധിയോളം പി വി അൻവർ വിജയിക്കുന്നതാണ് നമ്മൾ കണ്ടത്, അല്ലെ? ഇപ്പൊ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൂടിയും ADGP സ്ഥാനത്ത്, ക്രമസമാധാന ചുമതലയുടെ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റുന്നു. അത്തരത്തിലൊക്കെ പി വി അൻവർ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ പിന്നീട് എന്താ സംഭവിച്ചത്? പി വി അൻവർ അനാഥനായ ഒരാളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. പാലക്കാട് അദ്ദേഹം സ്ഥാനാർത്ഥി ഉണ്ടാക്കാൻ ശ്രമിച്ചു, പിന്നെ അവിടുന്ന് പിൻവാങ്ങി. ചേലക്കരയിൽ അദ്ദേഹം സ്ഥാനാർത്ഥി നിർത്തി, അതോടുകൂടി UDF അദ്ദേഹത്തിനെതിരായി. പിന്നെ അദ്ദേഹം DMK-യുമായിട്ട് കൈകോർക്കാൻ ശ്രമിച്ചു, നടന്നില്ല. അവസാനം നമ്മൾ കേട്ടത് തൃണമൂൽ കോൺഗ്രസുമായിട്ട് കൈകോർക്കാൻ ശ്രമിക്കുന്നു, അതും നടന്നില്ല. ആ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ അപ്രസക്തിയിലേക്ക് പോവുകയായിരുന്നു പി വി അൻവർ. കാര്യത്തിലുള്ള സംശയമുണ്ടോ? പക്ഷേ ഇന്നലെ എന്താ സംഭവിച്ചത്? ഒറ്റയടിക്ക് പി വി അൻവർ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി, വാർത്താ കേന്ദ്രമായി. കാരണം എന്താണെന്നറിയോ? ഇത് ഒരു സാധാരണ സംഭവം, ഇതൊരു ജനകീയ വിഷയമാണ്. ഈ ജനകീയ വിഷയത്തിൽ ഒരു സെന്റിമെന്റ്സ് ഉണ്ട്. കഴിഞ്ഞ 6 മാസത്തിനകത്ത് തന്നെ ഏതാണ്ട് ഒരു 10-20 പേര് ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ വിഷയം കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നു. പല കുടുംബങ്ങൾ അനാഥമാകുന്നു. ആ അനാഥമാകുന്ന കുടുംബങ്ങളോട് നിസ്സംഗമായ ഒരു സമീപനം. എന്താ സർക്കാരിന്റെ സമീപനം? വളരെ പെട്ടെന്ന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും, അവരുടെ മരിച്ചയാളുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും ജോലി നൽകും. ഇങ്ങനെയാണ് ഒരു സർക്കാർ പെരുമാറേണ്ടതെന്നൊരു പ്രശ്നമുണ്ട്. അതൊക്കെ വളരെ ഗൗരവത്തോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പി വി അൻവർ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുണ്ടായ ഒരു പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് ജനകീയ പ്രക്ഷോഭത്തിന് തയ്യാറാകുന്നത്. ആ പ്രക്ഷോഭത്തെ പോസിറ്റീവായി
മനസ്സിലാക്കേണ്ട ഇടത് സർക്കാർ നേരെ പോയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ പൊളിറ്റിക്കൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് പി വി അൻവർ വളരെ ശ്രദ്ധാകേന്ദ്രമാവുകയും പി വി അൻവറിന് വലിയ പിന്തുണ ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരെ പി വി അൻവറിനോട് കൈകോർക്കാൻ വിസമ്മതിച്ചിരുന്ന അല്ലെങ്കിൽ പി വി അൻവറിനെ ഉൾക്കൊള്ളണോ വേണ്ടയോ എന്നുള്ള സങ്കോചത്തിലും സന്ദേഹത്തിലും നിന്ന യു ഡി എഫിലെ നേതാക്കളൊക്കെ കൂടി ഇന്ന് എന്താ പറഞ്ഞത്, വളരെ പ്രധാനപ്പെട്ട സമരമാണ് അയാൾ നടത്തിയെന്നും അയാളോട് കാണിച്ചത് അനീതിയാണെന്നുമാണ്.